90+ മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. Welcome back to Xylem MBBS Mobile Entrance App presents Squad Floor Cleaner ingane oru bhariyam bhartavum. Exclusive matrimony partners ShavaraMatrimony.com, Spice Partners Eastern, and powered by Milkers, Day Night All Vehicle Shampoo, Checkout Toilet Cleaner, and Click Complete Dishwash Liquid. ഇനി നമ്മുടെ കൺഫെഷൻ റൗണ്ടിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ എത്തുന്നു ദർശന ആൻഡ് ശ്രീകാന്ത്. പ്രാർത്ഥിക്കണം എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. ബൈ 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 ബൈ. ഹായ് ശ്രീകാന്ത്. ഹായ് ചേച്ചി. ഹലോ ദർശന. ഹായ് ശ്രീകാന്ത്. ശ്രീകാന്തിന്റെയും ദർശനയുടെയും ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മളുടെ ആ ഫസ്റ്റ് ഇവന്റിൽ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്. ബിക്കോസ് മഞ്ജു ചേച്ചി ഉണ്ട്. മഞ്ജു ചേച്ചിനെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ദർശനയ്ക്ക് ഒരു കുറച്ച് ഞാൻ ഭയങ്കര ഫാനാണ്. ഇവരുടെ മുഖം കാണുമ്പോ എനിക്കറിയാം അവർ കൂടുതൽ ഇങ്ങോട്ട് നോക്കുന്നവരൊരു ഇങ്ങനെയാ വരണേ. അല്ല, ഇതൊക്കെ ശരിക്കും ഒരു എക്സൈറ്റ്മെന്റ് മൊമെന്റ്. ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ല. എനിക്കും സന്തോഷം. താങ്ക് യു ദർശന. ഓൾറൈറ്റ്, അപ്പൊ ദർശന ആൻഡ് ശ്രീകാന്തിന്റെ ആ കഥയാണ് ഇനി നമ്മൾ എല്ലാവരും കാണാൻ പോകുന്നത്. So let's watch. പ്രണയം മാത്രമല്ല, കുറച്ച് അടി ഉണ്ടാവും. മോർ ഫൺ. അതില്ലാത്ത ഏത് ജീവിതം ഉള്ളത്? മീറ്റ് ചെയ്ത് തന്നെ വളരെ ഒരു കോയിൻസിഡൻ്റ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമായിരുന്നു. മാട്രിമോണിയൽ സൈറ്റിൻ്റെ ആഡ് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ വെറുതെ രജിസ്റ്റർ ചെയ്തിട്ടിരുന്നു ഒരു പ്രൊഫൈൽ. രണ്ടോ മൂന്നോ സ്കൂളിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴായിരിക്കും എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു പേരും ദർശന എന്നൊരു പേരും പാലക്കാട് വടക്കഞ്ചേരി അങ്ങനെയുള്ള ലൊക്കേഷനെല്ലാം എനിക്കൊന്ന് മനസ്സിലായിക്കൊണ്ട് ഞാൻ ആ വ്യൂവിലോട്ടൊന്ന് കയറി. ഇപ്പം നമ്പർ കിട്ടി. അപ്പോൾ ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് കോൾ വരുന്നത്. കോൾ വരുമ്പോൾ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നോട് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു. കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത്. മാട്രിമോണിയലിലൊരു പ്രൊഫൈൽ കണ്ടിട്ട് വിളിക്കുകയാണ്. പക്ഷെ വിളിച്ചത് ഞാനായിട്ടല്ല സംസാരിച്ചത്. മോൻ്റെ പേര് ശ്രീകാന്ത് എന്നാണ്. ശ്രീകാന്തിൻ്റെ അങ്കിളാണ്. പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒരു മറുപടി വന്നു, അയ്യോ അങ്കിളെ, എനിക്ക് അങ്ങനെയുള്ള ഒരു ഏജ് ആയിട്ടില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉടനെ മാരേജിനോട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ കഥാപാത്രം ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പയ്യനിപ്പോൾ ഉടനെ കല്യാണം കഴിക്കാനുള്ള ഒരു ഇതിലല്ല, പയ്യനെ ലണ്ടനിലോട്ട് പോകാനുള്ള കുറച്ച് പേപ്പേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി ആളുടെ പ്രപ്പോസൽ വന്ന് ആളുടെ ഹോറോസ്കോപ്പ് കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. അതിനകത്ത് പൊരുത്തത്തിൽ 4 പൊരുത്തേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള. എൻ്റെ വീട്ടിലാണ് ശരി, ദർശന വീട്ടിലാണ് ശരി. തമാശയായിട്ട് തന്നെ അങ്ങനെ വിട്ടു. അതിൽ താല്പര്യമില്ല മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ മാറിപ്പോയി. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഈ അതായത് ദർശനയുടെ മെയിൽ ഐ ഡി അറിയാവുന്നുണ്ട്. ഓൺലൈനിൽ വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഹായ് ശ്രീകാന്താണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പയ്യെ എൻ്റെ ഡിസ്കഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ മെയിൽ ചെയ്ത് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നേരിട്ടൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി, ഒന്ന് കണ്ടേക്കാമെന്നാണ്. അപ്പം ഓക്കെ, എന്നാൽ മീറ്റ് ചെയ്യാം, ഒന്ന് കണ്ടേക്കാം. ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ അപ്പോൾ ഞങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ
തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളൊന്ന് മീറ്റ് ചെയ്യാണ്. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആള് നല്ല ഷോർട്ട് ടെമ്പേർഡ് ആണ്, ഞാനും കുറച്ച് വാശിക്കാരിയാണ്. ചില പൊട്ടലും ചീറ്റുകളുമൊക്കെ ആ ഒരു ടൈമിൽ ഞങ്ങൾ തമ്മിലുണ്ടായി. എല്ലാം പറയുമ്പോഴും നമുക്ക് ഒഴിച്ചു വെക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കുടുംബം, അതായത് എൻ്റെ കുഞ്ഞും എൻ്റെ ചക്കിയും അമ്മയും, ആ ഒരു ബോണ്ടിങ്. ഇപ്പോൾ ഇവിടെ പോയാലും എപ്പോഴും പറയും കോട്ടയത്തോട്ട് തിരിച്ചെത്തുക എന്നുള്ളൊരു കാര്യം പറയും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലാണ് ഞങ്ങൾക്ക് ആ ഒരു, ഞങ്ങളെപ്പോഴും ഒന്നിക്കുമ്പോഴും വീട്ടിലായിരിക്കും ഞങ്ങളുടെ ആ ഒരു സന്തോഷം മുഴുവൻ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. വഴക്കിട്ട് അപ്പ ബാഗ് എടുത്ത് ഇറങ്ങലാണോ? എല്ലാപ്പോഴും ഇല്ല, മാസത്തിലൊരു 2 വട്ടം ഞങ്ങൾ മുട്ട് റെഡിയാവും. ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ ഞാനാണെങ്കിൽ എട്ടാവർ തോണ്ടും, അപ്പൊ മൈൻഡ് ചെയ്യത്തേ ഇല്ല. ഇത് തന്നെയാണ് ഏറ്റവും ദേഷ്യം വരുന്നത്. നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാന്നൊരു ക്യാരക്ടറുണ്ട്. എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാവോ നമ്മളെ അത്ര മാക്സിമം കൊണ്ടുപോവുക, പിന്നെ കംപ്ലൈന്റ് എനിക്ക്. ഇതാണ് നല്ല കുട്ടികളാ, വഴക്കിടില്ല. ഒരു സൈക്കോളജിക്കൽ മൂവാണ്. അതായത് കുഞ്ഞുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയതുകൊണ്ട് എനിക്കറിയാം ഞാൻ പോകുന്നതുകൊണ്ട് കുഞ്ഞിന് വിഷമമാണ്. അപ്പൊ എന്റെ വീട് പാലക്കാട് ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ടൊന്നും ഞാൻ പോകത്തില്ല. ചുമ്മാ ബാഗ് എടുക്കും, സ്കൂട്ടികളുകൊണ്ട് സൗകര്യം, വണ്ടി കയറി ഇരിക്കും, കോട്ടയം ടൗണിൽ പോകും. പിന്നെ ഞാൻ അവിടെ ലിറ്റിൽ ബൈറ്റ്സോ അങ്ങനെയുള്ള ഏതെങ്കിലും ബേക്കറി കയറി ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് ഷേക്ക് ഒക്കെ കുടിച്ചിരിക്കും. ദർശൻ, എനിക്ക് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശ്രീകാന്തിനെ കണ്ട അല്ല, ഈ മനുഷ്യന് എന്താ ഗന്ധർവന്റെ മുഖവും ചെറുത്താന്റെ സ്വഭാവം. ഫുള്ള് സീരിയസ് ആയിട്ട് അല്ലല്ല, ശ്രീകാന്തേട്ടൻ ക്യാമറ മുമ്പിൽ വന്നിക്കോ വേറെ ആളാല്. ശ്രീകാന്തേട്ടൻ തിരിച്ചാ ഭയങ്കര സൈലന്റാ. ക്യാമറ കാണുമ്പോഴാണ് താങ്കുറത്ത് അഭിനയാണ്. മറ്റേ കാണുമ്പോ ദേവേന്ദ്രനാന്നൊക്കെ തോന്നും. അങ്ങനെ കണ്ടാ ഞാൻ വീണ് തന്നല്ലേ. പിന്നീടാണ് മനസ്സിലായത് അബദ്ധമായിരുന്നു. മോന്റെ പേരെന്താ? വൈഷ്ണവ്. വൈഷ്ണവ്. അതാണ് ഒരു തുറുപ്പ് ഇതിനിടയില്. അതെ അതെ അതെ, സത്യം പറഞ്ഞാല് അവനുമായിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് ഞങ്ങളുടെ ലൈഫ്. അല്ലെങ്കിൽ എന്നോ തല്ലി പിരിഞ്ഞാല്. Why not? Children are a main catalyst. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരാളെയും കൂടെ നമുക്ക് വിളിക്കാനുണ്ട്. കൺഫെഷൻ എന്ന റൗണ്ടാണ് നടക്കാൻ പോകുന്നത്. ഇതുവരെ വന്നിരിക്കുന്ന കൺഫെഷനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊക്കെ. ബിക്കോസ് ഒബ്വിയസ്ലി എല്ലാ കുടുംബത്തിലും ഓരോ രഹസ്യങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു ഷോന്റെ ഭാഗമായിട്ട് നിങ്ങളത് പരസ്യമായി പറയാൻ പോവുകയാണ്. അതും ഇതുവരെ പറയാത്ത അമ്മയോട് പറയാൻ പോവാണ്. അപ്പം ഒന്നുകിൽ ശ്രീകാന്തിന്റെ രഹസ്യം ആവാം, നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചുള്ള രഹസ്യം ആവാം. അപ്പൊ പറയാൻ റെഡി അല്ലേ?
തീർച്ചയായിട്ടും കഴിഞ്ഞ മാസം ഒരു രഹസ്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ ഓപ്പൺ ആക്കി ആക്കി കഴിഞ്ഞു. അപ്പം അതിന് മുമ്പുള്ള ഒരു രഹസ്യമാണ്. അപ്പൊ നമുക്ക് മാസത്തിലൊരു രഹസ്യം. അതാണ് കണക്ക്. അല്ല, ഇത് രഹസ്യം എന്ന് പറയാനായിട്ട് അത് പറയല്ലേ, അമ്മ വരട്ടെ. അത് വേറെ. ഇത് റേ- ഇത് ഷെർലോക്ക് ഹോംസിന്റെ ഒക്കെ കഥ കാണുന്ന പോലെയാ, ഇടയ്ക്കിടയ്ക്ക് രഹസ്യമുണ്ട്, ചുരുളഴിഞ്ഞിങ്ങ് വരും. കഴിഞ്ഞ ആഴ്ച അമ്മയോട് ഞാൻ പറഞ്ഞു പോയൊരു കാര്യമായിരുന്നു. 6 മാസം മുമ്പ് കോവിഡ് ആയിരുന്നല്ലോ, കൊറോണ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ വീട്ടിലോ ഒരു അല്ലല്ലോ ഒന്നുമില്ല, എല്ലാം ഹാപ്പി ആയിട്ട് പോകുന്നു. സാധാരണ 6 മാസം 6 മാസം പറഞ്ഞ പോലെ 6 മാസം ജോലി ഉണ്ടെങ്കിൽ ചിലപ്പോൾ 6 മാസം നാട്ടിലൊക്കെ തന്നെ കാണുവേ. അപ്പൊ ഈ സമയത്താണ് ലോക്ക്ഡൌൺ വരുന്നതും വീട്ടിൽ യാതൊരു കുഴപ്പമില്ല, ആവശ്യത്തിന് എല്ലാ ഫുഡും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ മാസം ചെന്ന് അമ്മയടുത്ത് ഒന്ന് പറഞ്ഞു, ഇനി ഈ വള വേറെ എവിടെയും വെക്കരുത്, കയ്യിൽ തന്നെ ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ആ തിരിച്ച് വള എടുത്തുകൊണ്ട് കൊടുക്കുകയും ചെയ്തേ. അപ്പൊ പണ്ട് അമ്മ അറിയാതെ എടുത്തോണ്ട് പോയി ആവശ്യത്തിന് കൊണ്ടുപോയത് അമ്മ അറിയാതെയാ. അറിയാം, അമ്മ ലോക്കറിൽ കൊണ്ടുവെക്കും, അറിയത്തില്ല, ലോക്കറിൽ കൊണ്ടുവെക്കും. ഞാനത് ലോക്കറിൽ കൊണ്ടുവെക്കും. ലോക്ക്ഡൌണിന്റെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കൊണ്ടുവച്ചു, തിരിച്ച് കഴിഞ്ഞ മാസം തിരിച്ച് അമ്മച്ചിക്ക് എടുത്തു കൊടുത്തു. കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് രഹസ്യമാണ് ശ്രീകാന്തും ദർശനയും അമ്മയോട് പറയാൻ പോകുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് അമ്മയെ വിളിച്ചാലോ? അമ്മ, ആ വള എവിടെ ഒന്ന് കാണട്ടെ. മോൻ തിരിച്ചുകൊണ്ട് തന്ന വള ഇതാണോ? ഇതിലേതോ ഒന്നാണ്, ഇതെല്ലാം സെയിം ആണ്, അപ്പം ഒരിടത്ത് മാറ്റി വെച്ചാൽ അറിയത്തില്ല. അടുത്ത മാസം വേറൊരു കൺഫെഷൻ ഉണ്ട്. തിരിച്ചുകൊണ്ട് തന്നത് മുക്കുവണ്ടോ വിറ്റായിരുന്നു. പണയം വെച്ചത് എടുക്കാൻ പറ്റാതെ വിറ്റിട്ട് മുക്കുവണ്ടം കൊടുത്തിട്ട് വേറെ കൺഫെഷൻ. അമ്മ ഈ ഇതൊന്ന് ഒരച്ചു നോക്കണം വീട്ടിൽ പോകുമ്പോ. മോനെ എനിക്ക് അത്ര വിശ്വാസമില്ല, കാണാൻ മാന്യനും ചെകുത്താനും ആണെന്നാണ് ഞാൻ കേട്ടത്. രണ്ടും കണക്കാ അല്ലേ? ഇനി എപ്പിസോഡ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്കൊന്ന് ലോക്കർ നോക്കണം, എന്തൊക്കെ പോയി എന്നറിയണമെങ്കിൽ. ഈ അമ്മ പറയുന്ന കേട്ടോ, രണ്ടുപേരുടെ ഇടയ്ക്ക് ഞാൻ കടന്ന് ഒരു എന്റെ പാവ അമ്മ. ഞാൻ സത്യം, ഈ കോട്ടയം ഇത്ര ഇഷ്ടം എന്താവാൻ കാരണം മോന്? അമ്പലത്തിൽ ഉത്സവമുണ്ട്, പിന്നെ ക്രിസ്മസ്, ഓണം, ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. എന്താണ് ചെയ്യാന്നത്? ഫ്രണ്ട്സും ഒക്കെ വന്നു, പിന്നെ അടുത്ത് ഇതിന്റെ അടുത്ത് ഓരോ ബാറുണ്ട്. അമ്മ പറയുന്നപ്പോ ഹാപ്പി ആണായിട്ട്. പിന്നെ ഹോട്ടലിലെ GM ഒക്കെ ആയ കാരണം അവിടെ നിന്നൊക്കെ പതുക്കെ മാറി വേറെ ഫ്രണ്ട്സും പോയി. ശരിക്ക് ഫുൾ ടൈം അടിച്ചുപൊളിയാണ്. ഞാന് ഫുൾ ടൈം ഒന്നും ഇല്ല. ഇപ്പോഴാണ് അന്ന് ഇതിന് പറഞ്ഞപ്പോ ഞാൻ തമാശിക്കുന്നത്, മദ്യപിക്കുമല്ലേ, ബാറിലൊക്കെ പോവോ? ഓ പിശു, എന്തൊരു നിഷ്കോ. ബാറിലേ ഓ നോ. ഉണ്ണി വിത്ത് കോസ്റ്റ്യൂം. എപ്പോഴും ഒന്നുമില്ല, വല്ലപ്പോഴും ആഴ്ചയിൽ 5 ദിവസം, മഴയുള്ള ദിവസവും മഴയില്ലാത്ത ദിവസം. ഇനി കൺഫെഷനിലേക്ക് പോവാം. എന്തൊക്കെയോ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടില്ല ശ്രീകാന്തും ദർശനയും, രണ്ടുപേരും ആണെന്ന് എനിക്കറിയില്ല. ഞാനല്ല, ശ്രീകാന്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു സത്യം മറച്ചു വെച്ച ഒരു കാര്യം അമ്മയോട് ഇന്ന് പറയാൻ പോവാണ്. നമുക്കിരിക്കാം. അമ്മച്ചേ, ഇതൊരു 10 വർഷം മുമ്പ് ഉള്ളൊരു കാര്യമാണ്. ഞാനൊന്ന് സൂചിപ്പിക്കാം. ചില കാര്യങ്ങൾ അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കൊന്ന് അറിയും കൂടെ വേണേ. അതായത് ഞാൻ ലണ്ടനിൽ നിന്ന് അദ്ദേഹമായിട്ടുള്ള കല്യാണം നടക്കുന്നതിന് മുമ്പാണ് ഞങ്ങൾ തമ്മിൽ ഫോണിലൂടെ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചാൽ കിട്ടുന്നില്ല. അപ്പം ഞാൻ ലണ്ടനിൽ നിൽക്കുകയാണ്, അപ്പം ഇവിടുന്ന് ഫോൺ കിട്ടുന്നില്ല. അപ്പം ഒരു ഇഷ്യൂ ഉണ്ടായി. ഞാൻ അമ്മയോട് പറഞ്ഞു, ഇനി ഈ പ്രപ്പോസൽ നമുക്ക് നടത്തണ്ട, നമുക്കിത് ഡ്രോപ്പ് ചെയ്തേക്കാം, എനിക്ക് ഈ ദർശനം എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ദർശനയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, മകനെ ഇങ്ങനെ ഒരു അലയൻസ് താല്പര്യമില്ല, ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചാപ്റ്റർ അവിടെ കൊണ്ട് അവസാനിച്ചു. പിറ്റേ ദിവസമാണ് രാവിലെ എണീറ്റപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. തലേന്നത്തെ കാര്യം വിട്ടുപോയി. ഞാനിത് രാവിലെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്തു, പ്രശ്നമാക്കണ്ട, ഇതൊക്കെ സ്വാഭാവികമല്ലേ, അമ്മ തിരിച്ചൊന്ന് വിളിച്ചേക്ക്, നമുക്കിത് പ്രപ്പോസ് ചെയ്യാന്ന് പറയാൻ പറഞ്ഞു. എന്ത് ചെയ്ത് അമ്മ പറയത്തില്ല, ഇത് നടക്കത്തില്ല, ഞാൻ ഇനി പറയത്തില്ല, എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ്, ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ല. കാരണം ആര് വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പാലക്കാട് ആരും ഞാൻ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഞാൻ നാട്ടിലോട്ട് വരുവാണ്. ഇവിടെ വന്ന് എനിക്കറിയാം അമ്മയെ കണ്ടെന്ന് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയൊന്ന് സൈലന്റ് ആവും, കൂൾ ആവും എന്നൊക്കെ വിചാരിച്ചു. അമ്മ അമ്പനും ബില്ലിന് എടുക്കുന്നില്ല. അങ്ങനെ രണ്ടാമത് ഞാൻ ദർശനയെ ഒന്ന് വിളിച്ചു കൺവിൻസ് ചെയ്യിച്ചു, അമ്മയോട് സംസാരിക്കാൻ പറഞ്ഞു, ദർശനം എടുക്കുന്നില്ല.
അപ്പൊ രണ്ടുപേരും എക്സ്ട്രീമായിട്ട് നിൽക്കുകയാണ്. അത് എന്റെ വീട്ടിൽ ഓൾറെഡി അമ്മ വിളിച്ച് സംസാരിച്ചപ്പോൾ ഈ ബന്ധം ഇനി താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് പിന്നെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്റെ വീട്ടിൽ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു മാരേജ് മുന്നോട്ട് പോകാൻ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ബാക്ക് ഓഫ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഒന്ന് സംസാരിക്കുക, അമ്മയോടൊന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, അമ്മയ്ക്ക് ഒന്ന് നീ ഒന്ന് കരഞ്ഞ് എവിടെ കരയാന്ന് പറഞ്ഞപ്പോഴത്തെ എടുത്ത് പറഞ്ഞു മേലെ നമ്മളും യാതൊരു അടുപ്പവും ഇല്ല എന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ അമ്മയെടുത്ത് കൊണ്ട് പറഞ്ഞു അമ്മ എന്തല്ലേ ഞാനൊന്ന് കല്യാണം കഴിക്കാൻ നമ്മൾ ആഗ്രഹിച്ചതല്ലേ, അമ്മ ഒന്ന് വിളിക്കേ. അപ്പൊ അമ്മ പറഞ്ഞു നീ അച്ഛനെ കൊണ്ട് വിളിപ്പിച്ചു, യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതൊട്ടും നടക്കത്തുമില്ല. അങ്ങനെ അടുത്ത ദിവസം ദർശനയുടെ ഫോൺ വരുവാ വീട്ടിലോട്ട്. ദർശന വിളിച്ചു, അമ്മയോട് കാര്യങ്ങൾ സംസാരിച്ചു. അമ്മ കരഞ്ഞു, ദർശന കരഞ്ഞു. ഓർക്കുന്നില്ല അത് എന്തായിരുന്നു? കല്യാണം നടത്തി തരണം, അവള് ക്ഷമ പറഞ്ഞു. ദർശന കരഞ്ഞു, അമ്മയും കരഞ്ഞു അല്ലേ? എന്നെ കൊണ്ട് അവരോട് വിളിച്ചു പറഞ്ഞ് അവരുടെ എല്ലാം ശത്രുവാക്കി. അല്ല ഇതിങ്ങനെ ദർശന വിളിച്ച് പറഞ്ഞുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഈ കല്യാണത്തിന് സമ്മതിച്ചേ അല്ലേ? അങ്ങനെ ദർശന വിളിച്ചു പറഞ്ഞു, അമ്മ കല്യാണത്തിന് സമ്മതിച്ചു. ഈ വിളിച്ചത് ദർശനയല്ല എന്നുള്ള കാര്യം ഇന്നും അമ്മയ്ക്ക് അറിയില്ല. എന്റെ സുഹൃത്ത് ശോഭയില്ലേ, ശോഭയാണ് അമ്മയോട് ആ കരഞ്ഞു പറഞ്ഞ് സംസാരിച്ച് കല്യാണം നടത്തി തരണോ. ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് 2 ദിവസം മുന്നെയാണ് ഈ കഥ ഞാൻ അറിയുന്നത്. ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഒന്നുകൂടെ ഉണ്ട്. ഇനിയുണ്ടോ? അല്ല ഇതിന്റെ കണ്ടിന്യൂഷൻ. എന്റെ അമ്മേ, തിരിച്ച് ദർശനയുടെ വീട്ടിലോട്ട് അമ്മയൊന്ന് വിളിക്കാൻ പറഞ്ഞപ്പോ അമ്മ എന്താ പറഞ്ഞത്? അത് ഇനിയും അച്ഛനെ കൊണ്ട് വിളിപ്പിച്ചാൽ മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അച്ഛനെ കൺവിൻസ് ചെയ്യിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അച്ഛനുമായിട്ട് അങ്ങനെ ഭയങ്കര പേടിയുള്ളതുകൊണ്ട് നേരിട്ട് അച്ഛനോട് ഒരു കാര്യം സംസാരിക്കത്തില്ല, ഒരു നോട്ടം മതി, പിന്നെ സംസാരിക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മലയാളം പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ശ്രീകുമാർ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്. ഞാൻ പുള്ളിയെടുത്ത് ഈ കാര്യം അവതരിപ്പിച്ചു. അപ്പം അച്ഛൻ്റെ സൗണ്ടും ഈ പുള്ളിക്കാരുടെ സൗണ്ടും തമ്മിൽ ഒരു സാമ്യവും ഇല്ല. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാരണവശാലും നീട്ടി അച്ഛൻ അധികം സംസാരിക്കത്തില്ല, ഇത്രയും പറഞ്ഞാൽ മതി, ശ്രീകാന്തിന്റെ വീട്ടിൽ നിന്നാണ് എന്നൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ വിളിച്ചു, ശ്രീകാന്തിന്റെ വീട്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പം ദർശനയുടെ അച്ഛൻ ബാക്കിയുള്ള കഥകളെല്ലാം പറഞ്ഞു. ഒരു ടോക്കറ്റീവ്, അച്ഛൻ അധികം സംസാരിക്കത്തില്ല, ഇത്രയും പറഞ്ഞ് നിർത്തിക്കോളാനും പറഞ്ഞിട്ടുണ്ട്. പിള്ളേരുടെ ഓരോ അബദ്ധങ്ങൾ നമ്മളാണല്ലോ ഇതെല്ലാം സഹിച്ച് മുമ്പോട്ട് പോകേണ്ടത്. എന്തായാലും അവരുടെ ഇഷ്ടം എങ്ങനെ അങ്ങ് നടത്തട്ടെ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു ശരി ഞങ്ങൾക്ക് സമ്മതമാണ്, ഇവിടെ നമുക്കും സമ്മതം. ഈ 2 വീട്ടുകാരും അല്ല, ഞാനായിരുന്നു ഇതിന്റെ മീഡിയേറ്റർ ആയിട്ട് 2 പേരെ കൊണ്ട് വിളിച്ചത്. ഇതിപ്പം ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്റെ വീട്ടുകാർ ഇപ്പോഴായിരിക്കും അറിയുന്നത് എന്റെ അച്ഛനൊക്കെ എന്തായിരിക്കും അവരുടെ ഇമോഷൻ എന്ന് എനിക്ക് അറിയില്ല. 2 ദിവസം മുന്നെയാണ് സത്യം പറയാൻ ഞാൻ ഈ കാര്യം അറിയുന്നത്. ഞങ്ങൾ ശ്രീയുടെ അച്ഛൻ തിരിച്ചങ്ങോട്ട് വിളിച്ചു എന്നാണ് അറിയുന്നത്. ഞാൻ അമ്മയെ വിളിച്ച് ഈ കല്യാണത്തിന് വേണ്ടി നിർബന്ധിച്ചു എന്നാണ് അമ്മയും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയൊരു പറ്റിക്കലായിരുന്നു. വേറെ ഒന്നും ചെയ്തില്ല, പാവം. ഞാൻ ചെയ്തുള്ളൂ. ഒന്നും മിണ്ടായി, ഇനി അമ്മേനെയാണ് കേൾക്കേണ്ടത്. എന്താ പറയാ, എനിക്കറിയാൻ ഇവരുടെ എല്ലാം കള്ളത്തരാ, മുഴുവൻ കള്ളത്തരാ. ഇതിനൊക്കെ ചെയ്യാന്ന് പറഞ്ഞ അമ്മയിട്ട് കളിപ്പിക്കുക, 2ഉം കൂടെ എന്നെ ഇട്ട് കളിപ്പിച്ചതല്ലേ. പക്ഷെ ഇതൊരു നല്ല ഉദ്ദേശമായിരുന്നല്ലോ, 10 വർഷമായി ഇന്നലെ നടന്ന സംഭവമല്ല. 2 കൂടെ അല്ല, ദർശനത്തിന് പങ്കില്ല. ദർശനം അറിയത്തില്ലായിരുന്നു. ഉണ്ട്, ഇല്ലാതില്ല, ദർശനയ്ക്കും ഉണ്ട്, ഇല്ലാതില്ല. ഇതിനകത്തെ ഇവരുടെ പ്രേമത്തില് പുള്ളിക്കാരത്തി വെറുതെ മറ്റേ സൈറ്റിലിട്ടു, ഈ പുള്ളിയുടെ അമ്മാവനാന്നും പറഞ്ഞ് പുള്ളി വിളിച്ചു, ആ കൊച്ചന്റെ ചേച്ചിയാന്ന് പറഞ്ഞ് ആ കൊച്ചു ഫോൺ എടുത്തു. ഇവര് തമ്മിൽ ഫോൺ എടുത്തു, എന്നിട്ട് വേറെ 2 പേരെ കൊണ്ട് വിളിപ്പിച്ചു. സത്യത്തിൽ നിങ്ങളുണ്ടല്ലോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു അന്യനൊക്കെ ഉള്ള ഒരു അസുഖം, ഒരു പ്രത്യേക സാധനമാണിത്. ഇതിൽ കൂടുതൽ ക്യാരക്ടറാണ് നിങ്ങൾ. പ്രേമം കഴിഞ്ഞിട്ടാ ഇതൊക്കെ, ഇഷ്ടംപോലെ പ്രേമമായിരുന്നു. 12th പ്രേമം, പ്രേമത്തിന്റെ കളി. എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല, അച്ഛൻ ഗൾഫിലുമായിരുന്നു, ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുക ഇവന്റെ ഓരോ കാര്യത്തിന് വേണ്ടി. നേഴ്സറി പിള്ളേരുടെ കാര്യത്തിന് പോകുന്നതിൽ ഞാനിങ്ങനെ കോളേജിൽ പോകും. ശ്രീകാന്തിന്റെ അമ്മ വരുന്നു. അപ്പം എല്ലാരും പറയാം എന്നാ ശ്രീകാന്ത് സാറിനെ കാണാൻ പോകുന്നു, പ്രിൻസിപ്പലിനെ ഒക്കെ കാണാൻ പോണത്. ഓരോ പ്രേമക്കേസും ഉണ്ട്. പിന്നെ 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 എവിടെ അടിയുണ്ട് അതിന്റെ മുമ്പിലുണ്ട്, അതിനെ പിടിച്ചോണ്ട് പോകും. ഒന്നിനും പോകത്തില്ലെങ്കിൽ ആ ഫ്രണ്ടിൽ കാണാൻ പിടിച്ചോണ്ട് വന്ന് ശ്രീകാന്തിനെ പിടിച്ചോണ്ടും പോകും. എന്തൊരു ഭാഗ്യം ചെയ്ത അമ്മയാ. 8ാം ക്ലാസ്സിലെ സാമൂഹിക പാഠത്തിൽ 1ാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും വിവരിക്കുക എന്ന് പറഞ്ഞൊരു ചോദ്യോത്തരമുണ്ട്. അതിന്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രീകാന്തിന്റെ മുഖം നോക്കിയേ. അമ്പലത്തിൽ പോവും, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എവിടെ പോകും, അമ്പലത്തിൽ. അപ്പൊ ഇവന് എത്ര ഭക്തിയാണോ ഇവന്, എന്നും രാവിലെ അമ്പലത്തിൽ പോകും. അമ്പലത്തിലൊക്കെ പോണപ്പോ ഞാൻ പിന്നെ അറിഞ്ഞത് അവിടെ ഒരു പെണ്ണ് വരും അമ്പലത്തിൽ, അവളെ കാണാനേ പോകും. അറിയോ, അല്ല അമ്മയാണ് മുണ്ട് തേച്ച് കൊടുക്കുന്നത്, അമ്പലത്തിൽ പോവല്ലേ. അമ്മ ഭയങ്കര ഭക്തിയാണ്. ഇവൻ പോകുന്നെങ്കിൽ നല്ലതാണല്ലോ, പോകുന്നെങ്കിൽ പൊക്കോട്ടെന്ന് വിചാരിച്ച് പോണതാ. കുറെ നാൾ കഴിഞ്ഞ് പോകുന്നില്ല.
അപ്പൊ ഞാൻ പറഞ്ഞേരം ഏട്ടാ നീ അന്നും പോയിരുന്ന അമ്പലമല്ലേ, നീ അമ്പലത്തിൽ പോകുന്നില്ലേ? ഓ ഇനി ഇപ്പം പോകുന്നില്ല. അപ്പൊ എണ്ണും പോയായിരിക്കും. പുള്ളിയുടെ കാവിലെ ഭഗവതി പോയി, വേറെ ഭഗവതി വന്ന്, അങ്ങനെ കാവിപ്പോക്ക് നിർത്തി. ആൾ ശുദ്ധനാ, സ്നേഹവും എല്ലാം ഉണ്ട്. പക്ഷെ ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ അവനാണോന്ന് അറിയത്തില്ലെന്നുള്ളതല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഇതിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ആദ്യം പറഞ്ഞല്ലോ ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു ഒരടി കഴിഞ്ഞിട്ട് ഈ ബന്ധം വേണ്ടാന്ന്, അതും ബാറുമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. അത് ശേഷമുള്ള കഥയാണെങ്കിൽ ഞാൻ പറഞ്ഞേരെ. അവിടെ ബാറി പോകേണ്ട ആവശ്യമില്ല, സാധനം നമുക്ക് അപ്പൊ വീട്ടിലെ രണ്ടെണ്ണം അടിച്ച് കഴിഞ്ഞതിന്റെ ഒരു റിസൾട്ട് ആയിരുന്നു ആ ഒരു പറച്ചില്. ലണ്ടനിൽ ഇരുന്നോണ്ട് കൈയൊക്കെ ഇത് ഗ്ലൗസ് വിട്ട് ആകെ ഇത് ഇട്ടോണ്ടിരിക്കും, വിറയ്ക്കുക, എനിക്ക് മേലെ പനിയാ, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അങ്ങോട്ട് വരണം എന്നൊക്കെ എന്നോട് പറയുന്നു. ഞാൻ ഓർത്ത് സത്യമായിരിക്കുന്നു. അച്ഛനോട് പറയും, അച്ഛനും പറയും അയ്യോ അന്നേരം എന്നെ അവിടെ പനിയമ്മ, ആകെ വയ്യ, ഐസ് കട്ടയാ, എനിക്ക് നടന്നു പോകാൻ മേലെ, അതാ ഇതാന്നൊക്കെ മുഴുവൻ കള്ളത്തര അറിയാവോ. അപ്പൊ ലണ്ടനിൽ എങ്ങനെയെങ്കിലും എനിക്ക് പോരണം, അതിനായിരുന്നു അത്രയും ഡ്രാമ. പണിയായിരുന്നു മുഴുവൻ. എന്റെ കള്ളാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതാൻ വേണമെങ്കിൽ നിങ്ങൾ ഭയങ്കര സംഭവം കേട്ടോ. അതായത് നമ്മള് അമ്മ നീ കിടക്കുന്നേ ഉള്ളൂ, ഇന്റർവെൽ ആയിട്ടേ ഉള്ളൂ, ഇനി സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ കിടക്കുക, എന്തൊക്കെ വരാൻ കിടക്കുന്നുള്ള. മഞ്ജു ചേച്ചി ഒരു സിനിമയിലെ സ്ക്രിപ്റ്റ് പോലത്തെ ജീവിതം അല്ലേ? സംഭവ ബഹുലം. ഇങ്ങനെ കുറിച്ച് ഞങ്ങളുടെ ഒരു അറിവ് വെച്ച് പറയാനാണല്ലേ, ഈ ബാബു നമ്പൂതിരിയുടെ മുഖവും KPC സണ്ണിയുടെ സ്വഭാവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ കാണുന്നു. പറയുന്നു ഓർത്ത് കൊണ്ടിരിക്കുന്നത്, പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മളാണല്ലോ ഏറ്റവും വലിയ കൗണ്ടർ അടി ഇവിടെ അല്ലേ? ഒരു വില്ലാളി വീരൻ തന്നെയാണെന്ന് മനസ്സിലായി. വില്ലാളി വീരനും ആണ്, എല്ലാം ആണ്, സ്നേഹമൊക്കെ ഉണ്ട്. സ്നേഹമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ആരും തല്ലിക്കൊല്ലാത്ത. അതായത് ദൈവത്തെ പോലെയാണ്. ദൈവം നമ്മളെയൊക്കെ സ്നേഹിക്കുന്നു, പക്ഷെ ദൈവം നമ്മളെ പരീക്ഷിക്കും, ശിക്ഷിക്കും, ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കും, കുറെ കാര്യങ്ങൾ ചെയ്യും. നല്ല മനസ്സാട്ടോ, നല്ല ബെസ്റ്റ് ദൈവം. ശ്രീകാന്തോ വെൽക്കം. നമുക്കൊരു മാർക്സ് ഒക്കെ തന്ന് കേൾക്കാം. ഓ പക്ഷേ കൺഫെഷനിൽ ഞാൻ ഇത്രയും ചിരിച്ചിട്ട് കുറെ നാളായി. യൂഷ്വലി ഇവിടെ മറ്റേ കരച്ചിലാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള അമ്മമാരുടെ അടുത്ത് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീകാന്തിന്റെ ഈ ഒരു ഏറ്റുപറച്ചിൽ? നന്നായിട്ടുണ്ട്. ബാലു ഇങ്ങനെ പറ്റിച്ച് അമ്മേനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അമ്മ എന്ത് ചെയ്തേനെ? ഭയങ്കര സങ്കടാവും. ഈ അമ്മയ്ക്ക് ഇതാ അവിടെ ബ്ലാങ്ക് അടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ശ്രീകാന്ത് ചെയ്തത് തെറ്റാണോ ശരിയാണോ? അല്ല ശരിയായിട്ടുണ്ട്, കല്യാണം കഴിച്ചല്ലോ. ശരിയായിട്ട് ഇത്ര നാളും പറയേണ്ട ആവശ്യം വന്നല്ല, പറയത്തൂലെന്ന് വിചാരിച്ചതാണ്. കാരണം ഇനിയിപ്പോ സംസാരിക്കുന്ന കാര്യമില്ല, അറിയിക്കേണ്ട ആവശ്യമില്ല. ശ്രീകാന്ത് ചെയ്തത് ശരിയുണ്ട്. കാരണം ഒരു ചെറിയ വഴക്കിന്റെ പേരിൽ നമ്മൾ ആലോചിച്ച് തുടങ്ങിയ ഒരു കല്യാണം ഒരു കാര്യമില്ലാണ്ട് വേണ്ടാന്ന് വെച്ചാൽ അതും ഒരു മനസ്സിലൊരു വേദനയായിട്ട് എല്ലാ കാലത്തും. ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഉറപ്പിച്ച് വെച്ചിട്ടാണ് ആള് വേണ്ടാന്ന് പറയുന്നത്. എന്നിട്ട് ആള് വന്ന് 5 ദിവസത്തിനുള്ളിൽ എൻഗേജ്മെന്റ് നടത്തുകയും ചെയ്തു. കാരണം ഇനിയൊരു അടി ഉണ്ടാക്കി. എനിക്കൊക്കെ കുറെ പെണ്ണ് കണ്ടിട്ട് വേണ്ടാന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്ട് ഞാൻ ആദ്യം കണ്ട പെണ്ണിനെ തന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു. എനിക്ക് ആൾക്കാരോട് വേണ്ടാന്ന് പറയാൻ ഭയങ്കര മടിയാ. ഇനി നമുക്ക് അമ്മ പറയൂ, അമ്മയ്ക്ക് എന്ത് തോന്നി ശ്രീകാന്തിന്റെ ഈ ഒരു കഥയെ കുറിച്ച്? ശ്രീകാന്തിനെ കണ്ട ഇത്രയും കള്ളത്തരൊക്കെ കാണിക്കുന്ന തോന്നിയില്ല കേട്ടോ. കണ്ടിട്ട് ഒരു പാവം, ഒരു അടങ്ങി ഒതുങ്ങി കഴിയണ ഒരു മിടുക്കനായ ഒരു മോൻ. അതല്ല. പക്ഷെ ഇപ്പൊ സ്റ്റോറി കേട്ടപ്പോ മനസ്സിലായി. പക്ഷേ എന്തായാലും കല്യാണമൊക്കെ നടത്തിയല്ലോ, പറ്റിക്കൊന്നും ചെയ്തില്ലല്ലോ. ഇതിനു വേണ്ടി ഇടം നിന്ന് നല്ലൊരു കാര്യം മോൻ നടത്തുവല്ലേ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വളരെ സന്തോഷം തോന്നി. പിന്നെ അതിനു വേണ്ടി അമ്മമാരല്ലേ, അമ്മമാരെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും. ഒരു കുഴപ്പമില്ല മോനെ, നന്നായി. എന്തായാലും ഇനി നമ്മുടെ അമ്മമാര് 10 റൺസ് ഇടണം. എത്ര കൊടുക്കാമെന്നൊന്ന് ഒരുമിച്ച് സംസാരിച്ചിട്ട് തീരുമാനിക്കാവോ? 10 എത്ര കൊടുക്കാം? 4 പേരും കൂടെ ഒരുമിച്ച് തീരുമാനിച്ചിട്ട് പറയൂ. 8 മാർക്ക് കൊടുക്കാമെന്നാണ് എല്ലാവരോടും. 8 on 10 runs ആണ്. 8 runs ആണ് കൊടുക്കുന്നത് ഫോർ ആർ കപ്പിൾ ഫോർ ദി സ്റ്റോറി. ആൻഡ് പിഷു ബാക്കി 15 റൺസ് ഉണ്ട്, അതിൽ എത്ര കൊടുക്കാം? 12. ഓ കള്ളത്തരത്തിനും വളരെ നല്ല മാർക്സും. അത് മാത്രല്ല, ഇതിനകത്തൊരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തൊരു ദുഃഖകഥ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും. അതിപ്പോ നമ്മൾ കണ്ടില്ല, എന്ത് രസമായിരുന്നു ഈ കഥ കേൾക്കാൻ. ഇനിയിപ്പൊ ഇവർക്ക് ഇന്ന് വീട്ടിൽ പോയ എന്നൊക്കെ രസങ്ങളുണ്ട്, നവരസങ്ങൾ. കാര്യം ആലോചിക്കുമ്പോഴാണ് തിരിച്ചു ചെല്ലുമ്പോ ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരും എന്നുള്ള അറിയത്തില്ല. അതൊന്ന് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ വേണേ ഒരു ക്യാമറേനെ കൂടെ അയക്കാം. നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് കണ്ട് ആസ്വദിക്കാനായിരുന്നു. 12 റൺസ് ആണ് പിഷു കൊടുത്തിരിക്കുന്നത്, അതിന്റെ കൂടെ 8 റൺസ് ആണ് അമ്മമാർ കൊടുത്തിരിക്കുന്നത്. 25-ൽ 20 റൺസ് നേടിയിരിക്കുന്നു നിങ്ങൾ ഈ റൗണ്ടിൽ. ഇതുവരെയുള്ള ഹയസ്റ്റ് സ്കോർ ആണ്. വളരെയധികം ഞങ്ങളെ ചിരിപ്പിക്കാനും
ഇവരെ പറ്റിക്കാനും പറ്റിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ആ കഥയിൽ. സോ താങ്ക് യു സോ മച്ച്. അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അവരുടെ കല്യാണം, അവരുടെ ജീവിതം, അവരുടെ മക്കൾ, അവരുടെ പ്രശ്നം. വാട്ട് ഇസ് ആർ പ്രോബ്ലം? പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നവും ഇല്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി എന്റെ ഫേവറേറ്റ് റൗണ്ടിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആൻഡ് റൗണ്ടിന്റെ പേരെന്താ? ഇന്നത്തെ പണി കൊണ്ടൊരു കണി റൗണ്ടിൽ വരുന്ന 2 ദമ്പതിമാരെയും നമുക്ക് ക്ഷണിക്കാം. സോ ലെറ്റ്സ് വെൽക്കം ഡോക്ടർ റോഷൻ ആൻഡ് ഡോക്ടർ ആയൂൻ ആൻഡ് ഡോക്ടർ കിഷോർ ആൻഡ് ഡോക്ടർ സോണിക. ഡോക്ടർമാർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പണി? ഞാൻ ആദ്യം പണി കിട്ടിയപ്പോഴ് നമ്മൾ ടാസ്ക് റിവീൽ ചെയ്തല്ലോ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് ഞാനിത് ചെയ്യുന്നൊരു കാര്യമാണ് വീട്ടില്. അപ്പം നമ്മൾ വിചാരിച്ചു സാധാരണ പാത്രം കഴുകുക അതായിരുന്നു ടാസ്ക്. അപ്പം വളരെ സിമ്പിൾ ആയിരിക്കും എന്നാ വിചാരിച്ചത്. പക്ഷേ ഒരു ആശ്വാസമായിരുന്നു. ഇവക്ക് നല്ല പാത്രം കഴിവേ നല്ല എക്സ്പേർട്ടാ. എനിക്കും പിന്നെ കുറച്ചൊക്കെ ഇവിടെ ജോലി ചെയ്യാറുണ്ട്. അങ്ങനെ ഞാനും കുറെ ജോലി ചെയ്ത് ശീലമുള്ളതാണ്. നമുക്കറിയാവുന്നവരെ വലിയ കോൺഫിഡൻസോടെ കയറി പോയത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് പക്ഷെ കണ്ടപ്പോ കിളി പോയി. ഇവിടെയോ നിങ്ങൾക്ക് വല്ല പാത്രം കഴുകിയ എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാൻ പാത്രം കഴുകി കുറവായ ഒരാളാണ്. അതിന്റെ കഥ പിന്നീട് വരുന്നുണ്ട്. അപ്പം പക്ഷേ സോണിയ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പാത്രം കഴുകലല്ലേ സിമ്പിൾ. അപ്പം എന്റെ തലയിൽ പണി എന്നുള്ള ഒരു വേർഡ് ഫുള്ള് കറങ്ങുന്നുണ്ട്. സോ ഞാനിങ്ങനെ അവസാനം വരെ ടെൻഷനല്ല, എന്ത് പറഞ്ഞും വരും എന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഇതാ കേറി വരുന്നു നമ്മളുടെ നാഷ് ആ പണിയുമായി. നമുക്ക് കാണാം.